നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സൈബർ എത്തിക്സ്. സൈബർ റിലേറ്റഡ് കുറേ ടോപ്പിക്സ് നമുക്കുണ്ട്. സൈബർ എത്തിക്സ്, സൈബർ ക്രൈം, സൈബർ ത്രെറ്റ്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സൈബർ എത്തിക്സ് എന്താണെന്ന്. എത്തിക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു നീതി. അപ്പം സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു മെഷീൻ ആണെങ്കിലും നമ്മൾ കുറച്ച് നീതി അതിനോട് ഒരു നീതി കാണിക്കണം. അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് യൂസറിൻ്റെ ബിഹേവിയർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്തിനാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്, അത് ആ കമ്പ്യൂട്ടറിൻ്റെ ആ പ്രോഗ്രാംസ് എങ്ങനെയാണ് സൊസൈറ്റീനെയും ഇൻഡിവിജ്വലിനെയും അഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ഗവൺമെൻറ്റ്സ് ഈ പോളിസീസ്, സൈബർ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം യങ് ചിൽഡ്രൻസും അതുപോലെ തന്നെ ടീനേജേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്ത ആരും തന്നെയില്ല. അപ്പം യങ് ചിൽഡ്രൻസ്, ഇപ്പം ചെറിയ പിള്ളേരൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കെന്താണ്, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഒരു ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും, ദെൻ അങ്ങനെ ഡിസഡ്വാൻറ്റേജസ്, അതുകൊണ്ട് വരുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒരു കുഞ്ഞു കൊച്ചിനോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം കുഞ്ഞിലെ പറയുന്ന കാര്യങ്ങളെ അവർക്ക് മനസ്സിലാവുള്ളൂ. അവരൊരു ടീനായിട്ടുണ്ടെങ്കിൽ, ഇച്ചിരി വലുതും കൂടി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളത്തില്ല. കാരണം അവർക്കിഷ്ടമല്ല. എന്താണ് ഈ ടീനേജേഴ്സിൻ്റെ പ്രത്യേകത? എന്താ, നമ്മൾ റൈറ്റും റോങ്ങും പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്കെപ്പോഴും വിചാരം ഞങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അറിയാം എന്നുള്ള വിചാരമാണ്. അപ്പോൾ നമുക്കെന്താണ്, ഏർലി ഏജിൽ തന്നെ, അതായത് കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂസസ്, അതിൻ്റെ ഏതൊക്കെ ഫീൽഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ മിസ്യൂസ്ഡ് ആയി പോകും എന്നുള്ള കാര്യങ്ങൾ ചെറുതിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സൈബർ എത്തിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, റെസ്പോൺസിബിൾ ബിഹേവിയർ, ഒരാളുടെ ഇൻ്റർനെറ്റിലുള്ള റെസ്പോൺസിബിൾ ബിഹേവിയറാണ് നമ്മൾ സൈബർ എത്തിക്സിൽ മെയിൻ കൺസേൺ ആയിട്ട് പറയുന്നത്. അതായത് നമ്മളെ റെസ്പോൺസിബിലിറ്റി എല്ലാ ദിവസവും എപ്പോഴും എവറിഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ ഇൻ്റർനെറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കറക്റ്റ്ലി യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വേറൊരു രീതിയിലായിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് എന്താണ്, ഇൻ്റർനെറ്റിൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മറച്ചു വെച്ചേക്കുക. അവരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയുന്നില്ല ഞാൻ എന്താണ് കാണുന്നതെന്നും, ഞാൻ എന്താണ് ഇൻ്റർനെറ്റിൽ ഉപയോഗിച്ച് ഞാൻ സെർച്ച് ചെയ്യുന്നതെന്നും, വേറെ ഒരാൾ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ഞാൻ ബിഹേവ് ചെയ്യുന്നത്, ഓൺലൈനിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വേറൊരാൾ അറിയുന്നില്ല എന്നാണ് വിചാരം. പക്ഷേ അത് സത്യമല്ല. കാരണം ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ബ്രൗസേഴ്സും കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഇപ്പോൾ നമ്മൾ എന്തൊരു സെർച്ച് നടത്തിയിട്ടുണ്ടെങ്കിലും ആ സെർച്ചിൻ്റെ എല്ലാ ലോഗ്സും, അതായത് ആക്ടിവിറ്റി ലോഗ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ക്രോമിൽ ഒരു സെറ്റിങ്സ് അവൈലബിൾ ആണ്. ആ സെറ്റിങ്സിൽ ആക്ടിവിറ്റി ലോഗ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഗൂഗിളിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അവിടെ നമ്മൾ എന്തിനെയൊക്കെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എന്താണ് അവൈലബിൾ ആണ്. സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ലോഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്തൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ പേരൻസിനെയും അതുപോലെ തന്നെ കുട്ടികളെയും അവെയർ ആക്കാനായിട്ട് ഒരുപാട് സൈബർ എത്തിക്സിനെ കുറിച്ച് പേരൻസിനും ചിൽഡ്രൻസിനും ഒരു അവെയർനെസ്, ഒരു പോസിറ്റീവ് റോള് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസോഴ്സസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളും ടീച്ചേഴ്സും പേരൻസും ഈ റിസോഴ്സസിനെ ഉപയോഗിക്കുന്നതിൽ അപാകത കാണിക്കുന്നത് കൊണ്ട് വരുന്ന ഗ്രോയിങ് പ്രോബ്ലംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസോഴ്സസിനെ ഇവർ അവൈലബിൾ ആക്കുന്നത്. ദെൻ ഇങ്ങനെ പേരൻസും ടീച്ചേഴ്സും ഒരു എഫേർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ
ഈ റിസോഴ്സസിനെ യൂസ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടില്ല എന്നെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഫ്യൂച്ചർ ജനറേഷനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അവരെന്താണ്, പേരൻസിനും ടീച്ചേഴ്സിനും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഓൺലൈനിൽ നിന്നും ഓൺലൈനിൻ്റെ എന്താ ഈ തെറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമുക്ക് സേഫ് ആക്കാനായിട്ട് പറ്റുള്ളൂ.